നിങ്ങളിപ്പോൾ ഒരു 1,00,000 രൂപ സമ്പാദിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇരിക്കുന്നത് തന്നെയാണ് സേഫ്. പക്ഷേ ടോവിനോ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ടോവിനോൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യ പുരോഗതിയാണോ അധോഗതിയാണോ എന്ന് സംശയമുണ്ട് എന്നുള്ളത്. കാരണം 1,00,000-ന് മുകളിൽ സമ്പാദിക്കുന്ന ഒരാളാണ് സംബന്ധിച്ചിടത്തോളം 30% മുകളിൽ അവൻ ടാക്സ് കൊടുത്തിട്ടാണ് കറൻ്റ്ലി അവർ ജീവിക്കുന്നത്. അതിൽ തന്നെ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് വരുന്നുണ്ട്. നമ്മൾ അത് കഴിച്ച് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ടാക്സ് വരുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റിന് ടാക്സ് വരുന്നുണ്ട്, അത് റീസെയിൽ ചെയ്യുന്ന സമയത്ത് അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നുണ്ട്. ഇതെല്ലാം പുറമെ ഇത് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പുറമെ ടാക്സ് വരും. ഇത്രയും ടാക്സ് അടച്ചതിന് ശേഷം അവൻ ഉണ്ടാക്കിയതിൻ്റെ 50% മുകളിലാണ് ഏകദേശം നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടി കൊടുത്ത ശേഷം. അപ്പോൾ നിങ്ങൾ ചോദിക്കും യൂറോപ്പിലും കാര്യങ്ങളിലും എല്ലാം ഇതുപോലെ തന്നെയല്ലേ എന്നുള്ളത്. പക്ഷേ അതിലൊരു ഡിഫറൻസ് ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ലിവിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മുടെ കാട്ടി 10 ഇരട്ടി മുകളിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കുണ്ടുകുഴിയുള്ള റോഡാണ്, നമുക്ക് പ്രോപ്പറായിട്ട് ട്രാഫിക് സിഗ്നൽസോ കാര്യങ്ങളോ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഫെസിലിറ്റി പോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈ യൂറോപ്യൻ കൺട്രീസിലും ബാക്കി എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വെൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒരു ട്രെയിനിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ സിറ്റുവേഷൻസ് അറിയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 7 മണിക്ക് ശേഷം നിങ്ങൾ എത്ര പേർക്ക് ധൈര്യമുണ്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒന്നും പോട്ടെ 60 വയസ്സായ ഒരു സ്ത്രീയെ പുറത്ത് വിടാൻ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിടാൻ എത്ര ധൈര്യമുണ്ട് നമ്മുടെ രാജ്യത്ത്? സോ നിങ്ങളുടെ സമ്പാദ്യത്തിനനുസരിച്ച് ഇന്ന് നിങ്ങൾ ഇന്ത്യയിൽ ഈ ലിവിങ് കണ്ടീഷനിൽ താമസിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവും.